കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള സമയം ആയിക്കഴിഞ്ഞു. നവംബർ മാസത്തോടുകൂടി തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ ആരംഭിക്കും. അപ്പോഴും മറ്റുള്ള പാർട്ടികളൊക്കെ അവരുടെ പ്രചാരണ പരിപാടികളും ഒപ്പം തന്നെ താഴെ തട്ട് മുതലുള്ള അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോൺഗ്രസിൽ ഇതുവരെ പുനഃസംഘടന പോലും കഴിയുന്നില്ല, പുനഃസംഘടന പോലും ആകുന്നില്ല. ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ സത്യത്തിൽ? അത് വലിയ ചോദ്യമാണ്. കോൺഗ്രസ് പിന്നെ ഇത് ജനങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ് നിലനിൽക്കുന്ന, അല്ല നേതാക്കന്മാരുടെ കഴിവുകൊണ്ടൊന്നുമല്ല. ജനങ്ങളുമായിട്ട് ബന്ധമുള്ളൊരു പ്രസ്ഥാനം, കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമായതുകൊണ്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഒട്ടനവധി പേരുണ്ട്, ഒട്ടനവധി കുടുംബമുണ്ട്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്, അല്ല വർക്ക് കൊണ്ടല്ല എന്നും എക്കാലവും. എന്നുവെച്ചാൽ കോൺഗ്രസ് കോൺഗ്രസ് വെറും ലാഘവബുദ്ധിയോടുകൂടിയാണ് ഇപ്പോഴും കാണുന്നത്. ഇത് എങ്ങനെ തെരഞ്ഞെടുപ്പ് ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2-3 മാസമായിട്ട് നടക്കുന്നത്, എന്നിട്ട് അത് ഇതുവരെ നടന്നിട്ടില്ല. വീണ്ടും ഇപ്പം പറയുന്നത് പകുതി അനൗൺസ്. എന്തിനീ പകുതി? 14 പേര്, 14 ജില്ലയുണ്ട്, കേരളം വലുതൊന്നുമല്ല. 14 പേരെ ഒരു ഭാരവാഹിയായിട്ടാണല്ലേ, 20 പേരെ ഭാരവാഹിയായിട്ടാണ്. ഇതിന് മാത്രം അതുപോലും സൃഷ്ടിക്കാൻ കഴിയാത്ത ഈ പ്രസ്ഥാനം എങ്ങനെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 95 സ്ഥാനാർത്ഥിനെ കണ്ടെത്തും? കോൺഗ്രസ് 95 സീറ്റെങ്കിലും മത്സരിക്കുമല്ലേ, 140. അപ്പം അതിനെത്രയോ ടൈം എടുക്കേണ്ടി വരും അങ്ങനെ വരുന്നത്. അപ്പം ഇവർക്ക് അതൊന്നും താല്പര്യമില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ഈ നമുക്കറിയാം, CPM-ന്റെ BJP-യുടെ കാര്യം പറയണം, അതൊരു കോർ സംവിധാനത്തിലാണ് അവർ. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂട്ട് ആരെങ്കിലും വിളിച്ച് ഇയാളാവട്ടെ എന്ന് പറയപ്പെടുന്ന സംവിധാനം അല്ല. അതിന് പകരം ഇപ്പൊ തന്നെ യൂത്ത് കോൺഗ്രസ് സമരം മുഖത്തുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വെളിയിൽ പോയെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും 1.5 മാസമായിട്ടും ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് വേണ്ട. ഇവർക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ 3 വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുണ്ട്. ഇവരെല്ലാം അവിടെ നിരന്തരം പറഞ്ഞിട്ട് അതിലൊരാൾ കോൺഗ്രസിന്റെ എല്ലാമാണ്. അവർക്ക് മുൻകൈ എടുത്തുകൊണ്ട് രണ്ടാമത് പാർട്ടി സംവിധാനം വരുമ്പോൾ എല്ലാമാണെന്ന് പറയുമ്പോൾ അതിൽ ആരാണ് KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ഈ രാജ്യത്താണ്. KC വേണുഗോപാൽ ഒരു നിമിഷം നോക്കിയാൽ ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിസന്ധി തീർക്കാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാറിയെങ്കിൽ വൈസ് പ്രസിഡന്റുമാരെ പിന്നെ ഇതിനല്ലേ വെക്കണത്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പ്രസിഡന്റ് മാറിയാൽ വൈസ് പ്രസിഡന്റ് ചാർജ് കൊടുക്കണം. ഇത് തെറ്റൊന്നുമല്ല. അത് ബാക്കിയുള്ള പാർട്ടികളിൽ ശരിയാണ്, പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ ശരിയല്ല. വൈസ് പ്രസിഡന്റ് സൃഷ്ടിച്ചത് തന്നെ എങ്ങനെയാണ്? മറ്റത് A ഗ്രൂപ്പിന് കൊടുക്കുകയും ഇത് I ഗ്രൂപ്പിന്. നേതാക്കന്മാരുടെ ഒരു വീഴ്ചയാണത്. അവർക്ക് ഇത് പ്രസ്ഥാനത്തിനോട് താല്പര്യമുണ്ട്, അവർക്ക് ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്ന വിഷയമാണ് ഇതൊക്കെ. കഴിഞ്ഞ 45 എന്നിട്ട് ഇവിടെ കോൺഗ്രസ്സുകാർ സമരം നടത്തുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ നേതാക്കന്മാരെ കണ്ടിട്ടൊന്നുമല്ല പാർട്ടിയുടെ അകത്ത് ആൾ നിൽക്കണം. പാർട്ടിയുടെ അകത്ത് പാർട്ടി എന്നും ആ സിസ്റ്റത്തിൽ പോകുന്നുണ്ട്, പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഒട്ടനവധിയുണ്ട്. ഈ ഒരു നേതാവിനെ കണ്ടിട്ടൊന്നുമല്ല. നേതാവ് നാളെ ഈ ചുവരുണ്ടെങ്കിൽ ഇത്ര നേതാവ് നാളെ പോയത് തന്നെ. പാർട്ടിയിൽ നിൽക്കുന്ന അണികൾ എന്തുകൊണ്ടാകും? അവർ തെരഞ്ഞെടുപ്പിൽ സജ്ജമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഇവർ കമ്മിറ്റി ഉണ്ടാക്കിയാലും ഇത് തന്നെ പാർട്ടി പ്രവർത്തകർ, താഴെക്കടയിലുള്ള പ്രവർത്തകർ വീടാന്തരം കയറി അവർ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ലേഖനം പുസ്തകം ഇതൊക്കെ കൊടുത്തിട്ട് അവർ തെരഞ്ഞെടുപ്പിന് സജ്ജമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഈ ഭരണമൊന്നും ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അവരെ കൊണ്ട് കഴിയാവുന്നതല്ല അവർ ചെയ്യുന്നുണ്ട്. നേതൃത്വത്തിൻ്റെ വീഴ്ചകൾ മാത്രമേ എടുത്തു പറയാൻ പറ്റുള്ളൂ. ഈ നേതൃത്വം ഇങ്ങനെ വീഴ്ചകളെന്ന് പറഞ്ഞ് നമ്മൾ കൈയൊഴിയുമ്പോഴും ഒരു പാർട്ടി, അതായത് കാലങ്ങളായി 135 വർഷത്തിലധികമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ചിലപ്പോൾ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ഒരു വികാരമായിരിക്കാം. താങ്കൾ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടേ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിനോടുള്ള ഒരു കൂറായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു വികാരമാണ് എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്നത്, ഒരു വികാരമാണ്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ സംഗമമാണ് എപ്പോഴും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും ബാക്കിയുള്ള പാർട്ടികളെല്ലാം കേഡർ സംവിധാനത്തിലേക്ക് വരികയും ഒരു സെമി കേഡർ സംവിധാനം ഇതിനകത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാവുകയും ചെയ്ത പാർട്ടിയാണിത്. പക്ഷെ ആ പാർട്ടിക്ക് പോലും ആ KPCC പ്രസിഡന്റിനെ പോലും നിലനിർത്താൻ കഴിയാതെ രാജിവെപ്പിക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനമായിട്ട് അധപ്പതിക്കുകയാണ് ഈ പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് പോയി, അടുത്ത സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്നു. എന്ത് ഗുണമുണ്ടായി ഈ പാർട്ടിക്ക്? ഗുണമൊന്നുമില്ല. അവർക്ക് ഗുണമല്ലല്ലോ. പിന്നെ എന്താണ് ആരെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ എന്തെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഇത്രയും കാലതാമസം വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യണ്ടേ?
തെരഞ്ഞെടുപ്പ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതിന് ഇവര് ഗ്രൂപ്പും കളിച്ച് എല്ലാവരും അവനവൻ്റെ ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. അതാണ് ഈ വീഴ്ചകൾ മുഴുവൻ നടക്കുന്നത്. ഈ ചർച്ചകളും ഇതിന് മാത്രം എന്ത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഈ 14 ജില്ലയിലുള്ള കേരളം എന്ന് പറയുന്നത് ഇവരെ ഞാനൊരു കണക്ക് പറഞ്ഞോട്ടെ നിങ്ങളുടെ, അതായത് 140 നിയോജക മണ്ഡലമാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളും ഓരോ KPCC പ്രസിഡന്റ് അല്ല ഓരോ KPCC ജനറൽ സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ സെക്രട്ടറിമാരെയോ നിയമിച്ചാൽ 140 ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ 50 പേരെ സൃഷ്ടിക്കാനാണ് പ്രശ്നം അല്ലേ? 50 ജനറൽ സെക്രട്ടറി 140 വെച്ചാൽ പിന്നെയും 140 വരികയല്ലേ? ഈ 140 എതിർക്കണ ഒരു ഭാവം വരും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്നും വേണ്ടതേ. നമുക്ക് സംഘടനാ സംവിധാനത്തിൽ ഒരു മാന്യമായിട്ട് കൈവരലാണ്. ഇത് വലിയ സ്റ്റേറ്റ് ഒന്നുമല്ല, ഇത് സിസ്റ്റമായിട്ട് വർക്കിംഗ് ചെയ്യണതാണ്. അപ്പൊ 14 ജനറൽ സെക്രട്ടറിമാരെ വെക്കുക, അല്ലെങ്കിൽ ഒരു 20 ജനറൽ സെക്രട്ടറി താഴ്ത്തി വെച്ച് അവർക്ക് വേണ്ട ഓരോ സെക്രട്ടറി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് പ്രവർത്തനം കൊണ്ടുപോയി. ഇത് നമ്മുടെ നാട് ഈ വടക്കേ ഇന്ത്യ പോലെ ഒത്തിരി കിലോമീറ്ററുകളൊക്കെ യാത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ ചുറ്റുവട്ടങ്ങളിൽ തന്നെയുള്ളതാണ്. എല്ലാവരും തമ്മിൽ ബന്ധപ്പെടാൻ വളരെ സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ലോക്സഭ ഇവിടെ ജില്ലാ കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളൊക്കെ ഇവിടെ നിരന്തരം എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാണ്. മറ്റേ വടക്കേ ഇന്ത്യയിലൊക്കെയാണ് ആ ജില്ലാ കമ്മിറ്റി ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ സിസ്റ്റം ഉള്ള കാരണം കേരളത്തിൽ സുഖമായിട്ട് 14 അല്ല ഈ 15 ജനറൽ സെക്രട്ടറിയും 2-3 വൈസ് പ്രസിഡന്റിനെയും വെച്ച് ഒരു ട്രഷറിയും വെച്ചാൽ ഈസി ആയിട്ട് തീരാവുന്ന പ്രശ്നം അല്ല. നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞു തീർന്നു കഴിഞ്ഞു. പക്ഷേ ശ്രീ അനിരുദ്ധൻ, നിങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്കാണല്ലോ നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുടെ ആളുകളും അവരുടേതായ അണികളെ അവരുടേതായ ഗ്രൂപ്പ് സിസ്റ്റം നിലനിർത്താൻ വേണ്ടി കൊണ്ടുപോകണതാണ് ഇത് ഇത്ര വഷളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അതിനെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിനെ നിയന്ത്രിക്കാൻ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിന്റെ ഒരു ചരിത്രം കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത് ഇന്നലെ തുടങ്ങിയതോ കാലാകാലങ്ങളായിട്ട് കർണാടക മുമ്പുണ്ടായിരുന്നു, ആന്റണിയുടെ കാലം, അതിനൊക്കെ മുമ്പ് ശങ്കറിന്റെ കാലത്ത് കേട്ട്. പക്ഷെ അന്നെല്ലാം പാർട്ടിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും, ആരും എതിർക്കില്ല. ഇപ്പോൾ തന്നെ സഡൻലി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് ആരും എതിർക്കില്ല. അപ്പൊ എതിർക്കണവനൊക്കെ വെളിയിൽ പോവുകയല്ല. പാർട്ടി സിസ്റ്റത്തിൽ ഇരിക്കണവന് ആരും എതിർക്കില്ല. അപ്പോൾ അത് സുഖമായിട്ട് 20 ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുക, 2-3 വൈസ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുക. ഇത് ഈസി കാര്യമുള്ളത്. പക്ഷെ അതിന് താല്പര്യമില്ല, അതിനുള്ള യോജിപ്പില്ല. ഇവര് 3 വർക്ക് ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇനി 5 പേരെ കൂടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന വിപുലീകരിച്ച് 35 ആക്കി, 35 കഴിഞ്ഞ് വീണ്ടും 5 പേരെ കൊണ്ടുവരാം, 40. അപ്പൊ ഇനിയിപ്പോ രാഷ്ട്രീയകാര്യ സമിതിയുടെ പ്രസക്തി തീർന്നു. ഇനിയിപ്പോ മുൻ KPCC പ്രസിഡന്റുമാർക്ക് ആക്റ്റീവായിട്ടിരിക്കണം മുരളീധരൻ മുതൽ മുരളീധരൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ, ഹസൻ, മുല്ലപ്പള്ളി, അങ്ങനെ വേറെ 1-2 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ നമ്മൾ KPCC പ്രസിഡന്റ് അടക്കുന്നു 9 അംഗ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ചിലർ പറഞ്ഞ് അല്ലല്ല, കേരളത്തിൽ നിന്ന് 3 പേര് വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്, ആ 3 പേരെ കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ KC ഉണ്ട്, ശശി തരൂറുണ്ട്, ഈ രാഷ്ട്രീയക്കാരാണ്. വീണ്ടും അപ്പൊ പറയുന്നത് അതല്ല, കുടിക്കുന്നിലും മറ്റേ രാഘവേട്ടനും ഉണ്ട്, അവരും പാർലമെന്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്, അവരെ ഉൾപ്പെടുത്തണം. അപ്പൊ പറഞ്ഞ മകളകളില്ല, അവർ 2-3 മകളകളെ കൊണ്ടുവരാം. വീണ്ടും 25 മേലേക്ക് രാഷ്ട്രീയകാര്യ സമിതി വീണ്ടും പോകാൻ പറ്റും. ഇതിന്റെ മുകളിലുള്ള കമ്മിറ്റി പോകാൻ പോകുന്നു. അതെ ഞാൻ ചോദിക്കുന്നത്, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ 25 ആക്കാൻ വയ്യ, അതേസമയത്ത് ഈ പറയുന്നത് നിങ്ങളുടെ ഇത് 25 കൂടിയാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ വെറുതെ ചെറിയ കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് വീണ്ടും ഈ ആളുകൾ പറയുന്നത്, ഇതിന് ബന്ധപ്പെട്ടവരാ പറയണത്. അതല്ല, ഇവർ മാത്രം തീരുമാനിച്ച പോരാ, ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ പറയും അതല്ല, ഞങ്ങൾ പാർലമെന്റ് പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയുള്ളൂ, ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. ഇതെല്ലാം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് നീണ്ടു പോകുന്നത്. ഇതിനകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എപ്പോഴും ഈ നിങ്ങൾ പറഞ്ഞ പോലെ തീരുമാനമെടുക്കാൻ ഒരു നേതാവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതെ അതാ പറഞ്ഞത്, തീരുമാനമെടുക്കാൻ നേതാവില്ല. എടുക്കുന്ന തീരുമാനം വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു പാർട്ടിയില്ല. ആ പാർട്ടി വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഇങ്ങനെ ഞെരുങ്ങി കിടക്കാൻ. ഞാൻ ഒരു സംശയം പറയട്ടെ, അതായത് K. സുധാകരൻ വന്നപ്പോൾ സെമി കേഡർ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അത് നടപ്പിലായില്ല. കാരണം അതിന്റെ അങ്ങനെ തന്നെ ബൂത്ത് തലം മുതൽ പുനഃസംഘടന തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടന ഒരിടത്തും എത്തിയില്ല. ഈ സതീശൻ, പ്രതിപക്ഷ നേതാവ് സതീശന്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ സതീശൻ ഈ പറയുന്ന ഭാവി മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും കാണുമല്ലോ. അപ്പോൾ ഈ സതീശൻ വന്നാലെങ്കിലും ഇത് നന്നാവും എന്ന് പറയുന്ന തരത്തിലായിരുന്നല്ലോ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ടും ഇത് നന്നാവാത്തൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവിടെ സതീശന്റെ പിടിപ്പുകളാണോ ഇങ്ങനെയൊക്കെ പാർട്ടി ഒന്നും ആകാതെ അദ്ദേഹത്തിന്റെ കഴിവിലാണല്ലോ പോകേണ്ടത്. ഇതിനകത്ത് സാക്ഷാൽ ഇപ്പൊ നാളെ PCC പ്രസിഡന്റായിട്ട് രാഹുൽ ഗാന്ധി വരാമെങ്കിൽ രാഹുൽ ഗാന്ധിക്കും അവസരം ഇത് തന്നെ.
കേരളത്തിൽ ഈ കടിപിടിയാണ്. രാഹുൽ ഗാന്ധി പിന്നെ വലിയല്ല AICC പ്രസിഡന്റ് ആയിട്ടും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നല്ലോ. അത് AICC പ്രസിഡന്റ് ആയിരുന്നു. ആ പുള്ളിനെ കൊണ്ട് പോകുന്നത് പുള്ളിക്ക് പിന്നെ കാര്യങ്ങളുടെ കിടപ്പ് അറിഞ്ഞുകൂടാതെ അത്രയുള്ളൂ. അല്ല ഇതിപ്പോ ഇവിടുത്തെ ഈ തീരുമാനങ്ങൾക്ക് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തടത്തോളം കാലം ഒരു കാര്യം നടക്കും. ഇന്ദിരാഗാന്ധിയൊക്കെ ആണെങ്കിൽ പടവഴയെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കും. അത് രാജീവ് ഗാന്ധി അടക്കം അന്ന് തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറി, ഇത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളുടെ ഈ ഇന്ത്യയുടെ മൊത്തം ഉത്തരവാദിത്ത സംഘടനാ ജനറൽ സെക്രട്ടറിയില്ല, അല്ല AICC പ്രസിഡന്റ് അല്ല. AICC പ്രസിഡന്റ് എടുക്കുക അന്നുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുക, അല്ലെങ്കിൽ AICC പ്രസിഡന്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി, ആ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്നൊന്ന് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ ധരിപ്പിച്ച് അപ്പോഴപ്പോൾ സഡൻലി ഇപ്പം എനിക്ക് ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട്. അഹമ്മദ് പട്ടേൽ പൊളിറ്റിക്കൽ സെക്രട്ടറി, അംബിയ സോണി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഇവരിയ്ക്കുമ്പോൾ രണ്ടുപേരും കൂടി ഇത് പിന്നെ ജോലി ഭാരം കൂടിയിട്ട് രണ്ടുപേരും ഒരേ സമയത്ത് വെച്ച് സോണിയാഗാന്ധിയുടെ കൂടെ രണ്ടുപേരും ഒരേ സമയത്ത് എന്ന്. അപ്പോൾ അവർ ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ അപ്പോഴപ്പോഴുള്ള വിഷയങ്ങൾ അപ്പോഴപ്പോൾ മാഡത്തിന് ധരിപ്പിച്ച് അപ്പോഴപ്പോൾ തീരുമാനം ദില്ലിയിലുള്ള സീനിയർ ലീഡേഴ്സുമായിട്ട് കൂടി കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരുന്നു. അത് അപ്പം എല്ലാവരും തീരുമാനങ്ങൾ അംഗീകരിക്കും. ഇപ്പോഴും ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കം ഇതിനകത്തില്ല ഇപ്പം. അല്ല, സത്യത്തിൽ ഈ പാർട്ടിയുടെ അപജയത്തിന്റെ ഒന്നാമത്തെ കാരണക്കാരൻ എന്ന് പറയപ്പെടുന്നത് നിങ്ങളിപ്പോൾ പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയാൾ കാരണമാണ് ഈ പാർട്ടി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്. പുള്ളിക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ വടക്കേന്ത്യയിലെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാർട്ടിയെ തകർക്കുന്നതിൽ മുഖ്യ കാരണക്കാരൻ അയാളല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇവിടെ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ അദ്ദേഹത്തിന് കൊള്ളുമെന്നോ അദ്ദേഹം അത് മനസ്സിലാക്കി പ്രവർത്തിക്കാത്തതിന്റെ ഫലമാണ്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ മൂന്നാമത്തെ ടൈമും നമ്മൾ പുറത്തിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അർഹതപ്പെട്ട പലരും തഴയപ്പെടുമ്പോഴാണ് അർഹതയില്ലാത്ത എന്ന് പറഞ്ഞാൽ അങ്ങ് അത്രത്തോളം ഇപ്പോൾ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇന്ത്യയുടെ മുഴുവൻ AICCയുടെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഴിവുള്ള നേതാവൊന്നുമല്ല KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ. KC വേണുഗോപാൽ ആരുടെയൊക്കെ പ്രീതിപ്പെടുത്തി ആരുടെയൊക്കെ കൈയും കാലും പിടിച്ചിട്ട് എത്തപ്പെടുന്ന തരത്തിലുള്ള ഒരു നേതാവായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ വളരെ അർഹതപ്പെട്ട ഒത്തിരി നേതാക്കന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളായിട്ടുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള കോൺഗ്രസിന്റെ നല്ല നേതാക്കന്മാർ ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ കഴിവുള്ള നേതാക്കന്മാർ ഉള്ളപ്പോഴാണ് KC വേണുഗോപാലിനെ പോലൊരു വാഴ ഇതിനകത്ത് നിയമിച്ച് ജനറൽ സെക്രട്ടറി പദത്തിൽ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടിയുടെ അപജയം തന്നെ അതാണ്. രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആദ്യം മാറ്റേണ്ടത് രാഹുൽ ഗാന്ധിയെയും ഈ KC വേണുഗോപാലും. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ തീരാവുന്ന വർഷങ്ങൾ കഴിഞ്ഞ് ഇവർ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടിയുടെ ഉന്നതാധികാര സമിതി AICC മീറ്റിംഗിലൊക്കെ തീരുമാനം എടുത്തു 4 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് മാറണമെന്ന് ഇവരാരും മാറിക്കൊടുക്കുകയല്ലേ. ഇവർ ഈ പോസ്റ്റിൽ അള്ളിപ്പിടിച്ചിരിക്കുക. മീറ്റിംഗിലും AICC സമ്മേളനത്തിലൊക്കെ തീരുമാനം എടുത്തു നമുക്ക് 4 വർഷം കഴിഞ്ഞാൽ മാറിക്കൊടുക്കുക, പുതിയ ആളുകൾ ഇവർ മാറിയല്ലേ. ഇവർ ഈ പോസ്റ്റും കെട്ടിപ്പിടിച്ചിരിക്കുക. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ഈ ഇന്ത്യ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും തിരിച്ച് അരുണാചൽ പ്രദേശ് മുതൽ ബോംബെ വരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന അന്നൊന്ന് ദൈനംദിനം നോക്കിയുള്ള 24 മണിക്കൂർ പോരാ. AICC പ്രസിഡന്റ് വലിയ ഫ്രീ കിട്ടും. ആ സ്റ്റേറ്റുകളിലെ ദൈനംദിന പ്രശ്നങ്ങൾ ദൈനംദിനം ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്ത് അതാത് ഇന്ന് ഉള്ളതൊന്നും ഇപ്പം പ്രശ്നമില്ല. ഇപ്പം വളരെ പ്രശ്നം കുറവാണ് ഞാൻ നോക്കിയിട്ട്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇല്ലാത്ത അധികാരം ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രി മാറ്റണം, മന്ത്രിമാരെ ഉണ്ടാക്കണം, ഇങ്ങനെ തലവേദന സമയത്താണ് അഹമ്മദ് പട്ടേലും ഓസ്കർ ഫെർണാണ്ടസ്, ഗുലാം നബി, നരസിംഹറാവു ഒക്കെ ഇരുന്നത് കാലഘട്ടം. അതൊക്കെ ഈ ഇത് 24 മണിക്കൂറും ഈ പ്രസ്ഥാനം എന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോൾ KC വേണുഗോപാൽ അങ്ങനത്തെ തലവേദനയൊന്നുമില്ല. കാരണം ഇദ്ദേഹത്തിന് ഇനി തലവേദന ഉണ്ടെങ്കിലും അദ്ദേഹം ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊന്നും പോയില്ലെങ്കിലും കേരളത്തിൽ വരുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകുന്ന ലക്ഷ്യത്തോടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ആ ഒരു എയിം മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് പുള്ളിക്കുണ്ടെങ്കിൽ ഇത് ഈ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമില്ല. അതാണ് ഇവിടെ ആദ്യം വരേണ്ടത്. സത്യത്തിൽ ഒരു സംഘടന പുനഃസംഘടിപ്പിച്ച് കൃത്യമായിട്ട് ആ സംഘടനയിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ഗ്രൂപ്പിസമൊക്കെ മാറ്റി വെച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പക്ഷേ ഈ പാർട്ടിയിൽ ഒരിക്കലും യാഥാർത്ഥ്യമാവും തോന്നുന്നുണ്ടോ? യാഥാർത്ഥ്യമൊക്കെ ആകും. പക്ഷേ ഇതിന് ഈ പാർട്ടിയുടെ സ്നേഹം വേണം, പാർട്ടിയോടുള്ള കൂറും അല്ല നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഉണ്ടാകും. അല്ല, ഇതിന് തടയിടുന്ന ആരാ? ഇതിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആരാ? പ്രതിസന്ധി ഇവര് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇവരല്ലെങ്കിൽ നമ്മൾ കേൾക്കണില്ലേ, നമ്മളാരും കൊടുത്തില്ലെങ്കിൽ കേൾക്കാനില്ലേ, എനിക്ക് 3 ജില്ല വേണം 2 ജില്ല വേണമെന്നും ഇവർ ഓരോരുത്തർ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇവര് എല്ലാവർക്കും ഇതിനകത്ത് തുല്യമൊക്കെ. ഈ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ കളിക്കുന്ന അതേ കളി തന്നെയാണ് ഇവിടെ ഈ രമേശ് ചെന്നിത്തല കളിക്കുന്നത്. രമേശ് ചെന്നിത്തല മാറുമ്പോൾ ഒരാൾ അപ്പുറത്ത് മാറും, ഒരാൾ ഇപ്പുറത്ത് മാറി സംസാരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഇവർ തന്നെ എന്നിട്ട് പറയും പാർട്ടി വേദിയിൽ സംസാരിക്കും. പാർട്ടി വേദിയിൽ നിന്ന് ഈ മീഡിയക്ക് മുന്നിലേക്ക് ഇത് ഇട്ട് കൊടുക്കാറ് ഇവർ തന്നെ ഇട്ട് കൊടുക്കും. അകത്ത് സംസാരിച്ചത് വേറെ ആരും കിട്ടാത്ത ന്യൂസ് അങ്ങനെ പിന്നെ പുറത്ത് സംസാരിക്കും കിട്ടും. അപ്പൊ എല്ലാം അവരവരുടെ സ്വന്തം താല്പര്യം മാത്രം രക്ഷിക്കാൻ വേണ്ടി അല്ല, അവർക്ക് പാർട്ടികളും നാളെ ഭരണം വരണമെന്നാ അങ്ങനെ വന്നാൽ ലാഭം അത്രയൊക്കെ ഇവര് ചിന്തിക്കുന്നുണ്ട്.
അല്ല ഈ പാർട്ടി ഇവരെ വിചാരം ജനങ്ങൾ വോട്ട് ചെയ്തു. അല്ല പാർട്ടിയെ കെട്ടിപ്പടുത്ത് കുറച്ചുകൂടി ശക്തി പ്രാപിപ്പിച്ച് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ലക്ഷ്യമുള്ള ഒരു നേതാവും ഈ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ. അതുകൊണ്ടാണല്ല ഈ ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നത്. കനകലുവിനെ പോലെ കർണാടകത്തിൽ പോലും വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കനകലുവിനെ അവനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന് ഒരു സിസ്റ്റമുള്ള PCC താഴേക്കടയിൽ കമ്മിറ്റിയുള്ള കേരളത്തിൽ മാത്രമല്ല. കനകലുവിനും ഒക്കെ ഇവിടെ വന്ന് ഇത് നീ ഇപ്പൊ കനകലുവിന് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയണം, അയാൾക്ക് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയണം. ഇവിടെ അയാളെ ചുറ്റിപ്പറ്റി ഒരു പാർശ്വവർത്തികൾ. നിങ്ങളുടെ നേതാക്കളുടെ കഴിവില്ലായ്മയാണ് കനകോലുവിനെ പോലുള്ള അയാൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കമ്മിറ്റി സ്ഥാനാർത്ഥിയുടെ അയാളാണ്. ഇപ്പൊ ഭാരവാഹികളെ വരെയും ഈ കനകോലുവിനെ പോലുള്ള തീരുമാനം. കനകോലുവിനെ ചുറ്റിപ്പറ്റി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയണം ഇന്ദിരാഭവനിൽ. അപ്പൊ ഇത്രയ്ക്കും തരംതാണ് പോകുന്ന തരത്തിലേക്ക് കോൺഗ്രസ് കോൺഗ്രസ് എങ്ങനെയാണ് ഈ പുനഃസംഘടനയും ഇത്തരത്തിൽ അടിപിടിയുമായിട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പറ്റും? അല്ല, കോൺഗ്രസ് ഈ കനകോലുവിനെ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ട നേരത്ത് ഈ UP-ലാണ്, ബീഹാറിലൊക്കെ പോയി കമ്മിറ്റി ഉണ്ടാക്കാൻ പറയണം. ആഴ്ചയിൽ പോലും ഒരു DCC ഓഫീസ് തുറക്കാൻ സ്ഥലങ്ങളാണ്. ഈ ഗുജറാത്തിലേക്ക് പറഞ്ഞിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ഈ നേരെ ഇങ്ങോട്ട് വിടുന്ന നേരത്ത് അപ്പൊ ഇവിടുത്തെ നേതാക്കന്മാരെ വിശ്വാസം ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ആകെ നിങ്ങൾക്ക് അഥവാ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഭരണം കിട്ടുമെങ്കിൽ ഇനി കേരളത്തിൽ മാത്രമാണ്. പക്ഷെ അതാണ് കിട്ടുക എന്ന് പ്രതീക്ഷിച്ചത്. അതുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കനകോലിനെ പോലുള്ളവരുടെ തീരുമാനങ്ങൾ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കനകോലിനെ കൊണ്ടുവന്നവന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് പറയുന്നത്. അയാളിപ്പോ ഭാരവാഹികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി ഇനി രക്ഷപ്പെടുക? തോന്നുന്നുണ്ടോ രക്ഷപ്പെടുമെന്ന്? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവും? പാവപ്പെട്ടവന്റെ ലക്ഷ്യമായോണ്ട് അവര് മുറ്റത്ത് ഓടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കില്ലാത്തവർ കുറെ പേര് പാർട്ടി വിട്ടു. കാരണം ഈ പ്രാദേശികമായതുകൊണ്ട് അവരവരുടെ വീടുകളുടെ അടുത്തുള്ളവർ ജയിച്ച് പാർട്ടി ടിക്കറ്റ് കിട്ടാത്തവരൊക്കെ കുറെ പേര് വിട്ടു പോകും, പോയി BJP ചേരും. BJPനെ നമ്മൾ നിസ്സാരമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ വയ്യ. എന്നുവെച്ചാൽ അവര് ഈ അസംതൃപ്തർ മുഴുവൻ ചെന്ന് എന്നുവെച്ചാൽ കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം, തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു തന്നെ കോൺഗ്രസിന്റെ CPM-ന്റെ ഒക്കെ വോട്ടുണ്ടല്ലേ. സുരേഷ് ഗോപി അവിടെ നേരത്തെ ചെന്ന് വർക്ക് ചെയ്ത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുള്ളത് BJP-യുടെ മാത്രമല്ല വോട്ടല്ല. സുരേഷ് ഗോപി ഇവർ പറഞ്ഞ പോലെ ഇലക്ഷന് മുമ്പ് മത്സരിക്കാൻ വേണ്ടി 50,000 വോട്ട് അവിടെ ചേർത്തതല്ല. ഈ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകളാണ്. കോൺഗ്രസിന്റെ വോട്ട് അവിടെ പോയി. എന്നിട്ട് ഇവരതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കോൺഗ്രസിന്റെ വോട്ടുകളാണ്. അപ്പൊ അതുപോലെയാണ് കായംകുളത്ത് എങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഫ്രണ്ടി വന്നു. അപ്പൊ നാളെ ജനം തിരിച്ചു വോട്ട് ചെയ്യും. ഇന്നത്തെ പോലെ ഒന്നും അല്ല. 1ഉം 2ഉം നേരത്തെ ഉണ്ടായിരുന്നു, UDF അല്ല LDF. ഇന്ന് ആ സിസ്റ്റമൊക്കെ മാറി. ജനത്തിന് തമ്മിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥി വന്നാൽ അവനെ വോട്ട് ചെയ്യും. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടക്കും. BJP അവര് മുന്നേറ്റം ഒരു പരിധി വരെയൊക്കെ നടത്തും. പക്ഷെ എന്നാലും തദ്ദേശ സ്വയംഭരണ സംബന്ധത്തിലൊക്കെ താഴേക്കിടെ കോൺഗ്രസ്സുകാർ അവരുടേതായ പെട്ടിയില് എടുക്കുമായിരിക്കും. അല്ല, എനിക്ക് താങ്കൾ പറഞ്ഞല്ലേ സ്ഥാനാർത്ഥിത്വം ഒന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ്സുകാർ മിക്കവാറും അപ്പൊ വോട്ടും അത്തരത്തിൽ മാറാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കില്ലേ? എങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അത് പറ്റും. 10 വോട്ട് മറിയാ സ്ഥാനാർത്ഥി തോറ്റു പോകും. ജയിക്കണവൻ അവൻ അത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ അവൻ BJP പാളയത്തിലാണ്. BJP-യുടെ കളറായി കഴിഞ്ഞാൽ പിന്നെ അതല്ലേ ഉള്ളത്. മിറ്റത്ത് ശത്രുക്കളായി കഴിഞ്ഞാൽ ബൂത്ത് തലത്തിലൊക്കെ പിന്നെ അവൻ എനിക്ക് അവനെടുക്കാൻ പോകണ്ടേ, ഇവിടെ തന്നെ കൂടാതെ. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിനും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കോൺഗ്രസിന്. ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇനിയും 3 സ്ഥാനത്ത് ഇരിക്കേണ്ടി വരും. ഇനി ഒരു കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് ഇനിയിപ്പോ ഉടനെ പുനഃസംഘടന ഇല്ലല്ലോ. ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ പുനഃസംഘടന. പകുതി പുനഃസംഘടന ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ പിന്നെ കനകോലും ഒക്കെ സ്ഥാനാർത്ഥി നടത്തി വരികയാണെങ്കിൽ സംഭവം 3 സ്ഥാനത്തിരിക്കും. കൈവിട്ട് പോകും. കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല അല്ലേ? എന്തായാലും ഈ പുനഃസംഘടന കൂടി കഴിയുമ്പോൾ അറിയാം പാർട്ടി തന്നെ ഉണ്ടാകുമെന്നറിയാം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ കോൺഗ്രസിന് ബാലി കയറാമല തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.